ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പനീറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പനീർ ഈസി മസാല. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. 250 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. 2 വലിയ ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാഷ്യൂ ബദാമും 5 എണ്ണം വീതം, 2 പച്ചമുളക്, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, മല്ലിയില, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം ഞാൻ പനീർ എടുത്തിട്ടുണ്ട്, അതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുത്തു. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്പൂൺ കൊണ്ട് തന്നെ ചെയ്യണം, കാരണം പനീർ പൊട്ടിപ്പോവരുത്. അങ്ങനെ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പനീർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി ഒരുമിച്ചിടരുത്, പതിയെ 1-2 വീതം പതിയെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ പനീരെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ പനീർ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഫ്രൈ എല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയോടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റുന്ന സമയത്ത് നമുക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് വാടി കിട്ടും. അങ്ങനെ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പനീറിലും ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് വേണം ഇവിടെ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ഏകദേശം ആയിട്ടുണ്ട്. ഈ ഒരു പരുവാണ് കേട്ടോ, ഒരുപാടങ്ങ് വഴറ്റി പോകരുത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നേരത്തെ എടുത്തു വെച്ച 2 പച്ചമുളക് ചേർത്ത് കൊടുത്തു. ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ അതെല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്തു. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തു. 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
അങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആണ്. സോസ് ചേർത്തതിന് ശേഷം വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെയെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് വെള്ളം, 2-3 ടേബിൾ സ്പൂൺ വെള്ളം അത്ര മാത്രം മതി. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നേരത്തെ എടുത്തു വെച്ചിരുന്ന ബദാമും കാഷ്യും കൂടി ഒന്ന് ക്രഷ് ചെയ്തതാണ്. ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ക്രഷ് ചെയ്തെടുക്കാൻ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമ്മുടെ ഈ മസാലയിൽ ആഡ് ആവുള്ളൂ. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ശേഷം അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ മസാല ഏകദേശം റെഡിയായി, നല്ല മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ഓരോന്നായിട്ട് ചേർക്കാം. അങ്ങനെ പനീരെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ശ്രദ്ധിക്കണം, നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്ത പോലെ തന്നെ പൊട്ടാതെ വേണം മിക്സ് ചെയ്യാൻ. പതിയെ മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ പനീരൊക്കെ ചേർത്തിട്ട് ഒരു ലോ ഫ്ലെയിമിലൊന്ന് 2 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പനീർ ഈസി മസാല റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും കൂടിയാണ് ബെസ്റ്റ് കോംബോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.